കൊണ്ട് കൊടുക്ക്. എവിടേക്ക്? ആ, അസ്സാം വലൈക്കും. ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ വ്ളോഗായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഉറങ്ങിയ ശേഷമാണ് ഇന്ന് പതുക്കെ എണിച്ച് വന്നത്. രാവിലെ എണിച്ച് വന്നതും ഈ ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ വാഴ വീണിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ദിവസം അവിടെ തന്നെ നിർത്തിയപ്പം അത്യാവശ്യം മൂത്ത് പഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താ ഞാലിപ്പൂവെന്ന് പറയുന്ന ഒരു വാഴയ്ക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. പക്ഷെ എൻ്റെ ഡയറ്റിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കോച്ചിനോട് ചോദിക്കണം. പിന്നെ രാവിലെ നമ്മളിതാ ചായ ഉണ്ടാക്കി. വാഴ വെട്ടാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരാളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് പറ്റില്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെട്ടി തന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഉണ്ണിത്തണ്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഉണ്ണിത്തണ്ടായിരുന്നു, അതുകൊണ്ട് കറി വെച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഇനി നോക്കാം ഉപ്പേരി വെച്ചിട്ട്. മുതിര കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുതിരി ഉണ്ണിത്തണ്ടും വെച്ചിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വഴിയെ പറയുക. എന്തൊക്കെയാണ്, ഞാൻ ഇപ്പം എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 35ാമത്തെ ദിവസമാണ് കേട്ടോ. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എത്ര ദിവസം എടുക്കും എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ അത് 100 150 എനിക്കറിയില്ല കേട്ടോ. ഞാനത് കുറയുന്നത് വരെ, ഞാൻ വിചാരിച്ച ഒരു വെയിറ്റിലോട്ട് എത്തുന്നത് വരെ ഇങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഡേ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമല്ല. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി അതുമായിട്ട് സെറ്റാവും. പിന്നെ നമ്മുടെ വെയിറ്റ് വളരെ പതുക്കെ ആയിരിക്കും. ചിലപ്പോൾ വെയിറ്റ് കുറയുന്നേ ഉണ്ടാവില്ല. പക്ഷെ കാണുന്നവർ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ശരീരത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ മറക്കല്ലേ. പിന്നെ പണ്ട് എപ്പോഴെങ്കിലും യൂസ് ചെയ്ത ഒരു ഡ്രസ്സ് മാറ്റി വെക്കണം. കാരണം അതിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രണ്ട് ഏരിയയൊക്കെ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി നമ്മൾ അടിച്ചു വാരിയിട്ട് ഇലകളൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു ഇലകളും അങ്ങനെയൊക്കെ അഴുക്കുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് ഒന്ന് കംപ്ലീറ്റ് അടിച്ചു വാരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ ചിക്കൻ റെസിപ്പി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. പിന്നെ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള ആൻസറും കാര്യങ്ങളൊക്കെ പറയാം. വേറെ എന്താ നിങ്ങളുടെ വിശേഷങ്ങളും പറയാം കേട്ടോ. ജിനി ഉണ്ടാക്കുന്ന ടൈപ്പിലാണ് ഞാനും ഉണ്ടാക്കാറ്. ഇവിടെ എല്ലാവർക്കും നല്ല ചായ വേണം. ഓക്കെ, റെസിപ്പി അടിപൊളി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സൂപ്പർ ചായ തന്നെയാണ് എപ്പോഴും എൻ്റെ ഫസ്റ്റ് കമൻറ്റ് തോന്നുന്നു. പരിപ്പ് കറി സൂപ്പർ ജിനി, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശയ്ക്കും ഇഡലിക്കൊക്കെ ടേസ്റ്റാണ്, ചപ്പാത്തിക്ക് വരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ കുക്കിംഗ്, അടിപൊളി. ഇപ്പോൾ നെയ്യിൻ്റെ ബിസിനസ് ഉണ്ടോ? ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ പ്രൊമോഷനൊന്നും ചെയ്തില്ലെങ്കിലും മേടിച്ചവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഓർഡറൊക്കെ എടുക്കാറുണ്ട്. വാട്സപ്പ് വഴിയാണ് കേട്ടോ. പ്ലീസ് ചൂല് മാറ്റണം, നല്ലോണം തേനു എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ല നോക്കാം. ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ദിവസം ഈ 10-12 എഗ്ഗ് വാങ്ങിച്ച് എനിക്ക് അത് പറയാൻ തന്നെ മടിയായി. പിള്ളേർക്ക് വാങ്ങിച്ചു മതിയായി. പക്ഷെ ഇവിടെ എന്തായാലും ഒരു ദിവസം 8 to 10 എഗ്ഗ് എന്തായാലും ബോയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, 2 ട്രേ അങ്ങ് ഒരുമിച്ച് വാങ്ങിച്ചിട്ട് വാ. അപ്പോൾ കഴുകിയെടുക്കണം, വൃത്തിയാക്കി എന്തായാലും എടുക്കണം, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു മടുപ്പാകും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടു. ഇന്ന് പുഴുങ്ങേണ്ട എഗ്ഗിനെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം എല്ലാം കഴുകി വൃത്തിയാക്കി. ഒരുപാട് അഴുക്കില്ലാത്ത എഗ്ഗാണ് എനിക്ക് കിട്ടിയത്. എന്നാലും എല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വേണ്ടി വെച്ച ശേഷം ഇതുപോലൊരു ഇതിലോട്ട് വെക്കുന്നുണ്ട്. ഇത്രയും എഗ്ഗ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു ഏറി വന്ന ഒരു 5-6 ദിവസത്തിനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇനി നോക്കിയ ശേഷം നമുക്ക് തീരുമാനിക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്ന്. ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാനും സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാം കൊണ്ടുവച്ചു. ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ എഗ്ഗ് പീൽ ചെയ്തു. ഉപ്പാക്ക് 2 എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമാണ് കേട്ടോ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെല്ലോ പിള്ളേരാരെങ്കിലും കഴിക്കുകയാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കളയും. എനിക്ക് 3 എഗ്ഗാണ് കഴിക്കാൻ പറയാറ്, പക്ഷേ എനിക്ക് എഗ്ഗ് മടുത്ത കാരണം ഞാൻ 2 കഴിക്കാറുള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലും നേരം കഴിക്കുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ പിള്ളേർക്കും എല്ലാവർക്കും ദോശ ചുട്ടു കൊടുത്തു. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ചുട്ടു കൊടുത്തു. ഉമ്മാനെ ബ്ലോഗിൽ തീരെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 പേരെയും കുറച്ച് ദിവസത്തിന് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ
എന്താ ഉപ്പാൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ ബിസി ആയിട്ടോ ആൾ, അതുകൊണ്ടും കൂടിയാണ്. പിന്നെ നമ്മളിതാ ചായയും എന്താ പറയുക, ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ ചൂല് മാറ്റാൻ ഞാൻ നോക്കാം. ഇവിടെ ചൂല് മേടിച്ചിട്ടുണ്ടോ, അത് തുടക്കണ മോപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. മോപ്പിൻ്റെ ആ തുണിയില്ലേ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചൂലും ഉണ്ട്, നമ്മൾ നിന്നടിച്ചു വരുന്ന ടൈപ്പ് ചൂലില്ലേ അതുണ്ട്. പക്ഷേ എന്താ അറിയില്ല, അത് എടുക്കാൻ എനിക്ക് ഭയങ്കര മടി. അത് പിശുക്ക് അങ്ങനെയൊന്നുമല്ല, പിശുക്ക് കാരണം എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ പിശുക്കത്തിയൊന്നുമല്ല ഞാൻ, സത്യം പറഞ്ഞ അത്യാവശ്യം ലാവിഷായിട്ടുള്ള ലൈഫ് തന്നെയാണ് കേട്ടോ നമ്മുടേത്. അങ്ങനെ ഗീ ബിസിനസ് എങ്ങനെ തുടങ്ങി എന്നുള്ളത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഗീ കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ ഞാനിതുപോലെ സെയിലിന് വേണ്ടിയിട്ട് ആൾക്കാരനെ ഇതാക്കും. അവരുടെ ഫാമിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ, അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്രയും പ്യുവറായിട്ടുള്ള ഗീ ആയതുകൊണ്ടാണ് ഞാനും സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള സൗകര്യമൊന്നും നമുക്കില്ല. പിന്നെ ഫാമൊക്കെ വേണമല്ലോ എന്തായാലും ഇതിന്. നിങ്ങളെ സമ്മതിക്കണം, നല്ല ഫുഡ്, നല്ല രസമാണ് കാണാൻ. താങ്ക് യു സോ മച്ച് ജിനി. ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കാറ്. ഓക്കെ, എന്താ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും വർത്താനം? സുഖമായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹെൽത്ത് ഇങ്ങനെ ബെറ്ററായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെയ്യ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചു തരാം കേട്ടോ. പിന്നെന്താണ് വിശേഷങ്ങൾ? ഞാൻ വേഗം രാവിലെ തന്നെ തുടക്കം കൂടിയും ചെയ്തു, അടിച്ചു വാരിയിട്ടപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പെട്ടെന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ എല്ലാവരും ഇരിക്കണതിൻ്റെ ഇടയിൽ പോയി അടിച്ചു വാരേണ്ട ആവശ്യമില്ലല്ലോ. ചായ അടുപ്പത്ത് വെച്ച് അടിച്ചു വാരാൻ പോയ മിടുക്കി സമ്മതിച്ചു എന്ന്. ഓക്കെ, താങ്ക് യു. പിന്നെ എന്താ പറയുക, കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വേറെ, എന്താണ് എനിക്ക് അറിയുന്നില്ല ഇനി എന്താ വർത്താനം പറയാന്നുള്ളത്. അവൾക്ക് പെട്ടുപോയൊരവസ്ഥ. പിന്നെ ഉണങ്ങാനിട്ട തുണികളൊക്കെ ഉണങ്ങി. ഇവിടെ മഴയൊന്നും ഭയങ്കരമായിട്ടൊന്നും ഇല്ലടാ, തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടണു. എനിക്ക് സങ്കടം ശരിക്കും പറഞ്ഞാൽ, തുണികളൊന്നും ഉണങ്ങാണ്ട് വിട്ടുമാറാത്ത മഴ കാണാൻ കൊതിയാവുക എന്ന് പറയില്ലേ, അങ്ങനെ. എനിക്ക് മഴ പെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. വെള്ളം എന്ത് ചെയ്യും, അടുത്ത വർഷം വെള്ളം ഉണ്ടാവൂലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ മഴ പെയ്യാത്ത. പിന്നെ ഒന്നാമത് നമ്മുടെ ആ സൈഡിലൊക്കെ നല്ല മഴയല്ലേ. അങ്ങനെ മഴ കണ്ട് എന്താ പറയുക, സ്കൂളിലൊക്കെ പോകുമ്പോൾ മഴയൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ പോയി ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ചെയ്തതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നാൽ ഇവിടെ മഴ തന്നെ ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അങ്ങനെ തുണികളിലൊക്കെ ഒരു ടൈപ്പ് ഈച്ച വന്നിരിക്കണതാണ് ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ നമ്മൾ കുടഞ്ഞു വേണം കേട്ടോ എടുക്കാൻ. പിന്നെ നമ്മളെപ്പോഴും വീക്കെൻഡിലാണ് ചിക്കൻ മേടിക്കാറ്. 2 ചിക്കൻ മേടിക്കാറുണ്ട്. അത് ഇങ്ങനെ പാർട്ടാക്കിയിട്ട് വെക്കും. അതായത് ബോൺലെസ് പീസ്, ബോണുള്ള പീസ്, ചിക്കൻ ലെഗ് പീസ് ഉണ്ടെങ്കിൽ അത് വേറെ, അങ്ങനെയൊക്കെ ആക്കിയാണ്ട് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തിട്ട് ഇടുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയത്. എൻ്റെ ബട്ടർ ചിക്കനിൽ ഞാൻ ബദാം ഇട്ടത്, ക്യാഷും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ടാവും. അതിലോട്ട് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ബട്ടർ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസി ആട്ടോ ഇത് ഉണ്ടാക്കാൻ. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ്, അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട്, അത് കുക്കായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും വലിയുള്ളിയും ഒക്കെ വേണം. ഞാൻ ബദാമിൻ്റെ തൊലി കളയാന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്നെക്കൊണ്ട് നടക്കണില്ല. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടത്. പിന്നെ നടക്കാണ്ടായപ്പോൾ ഞാൻ തൊലിയോടുകൂടി തന്നെ ഇട്ടു. പിന്നെ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മസാല ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രീമി ടെക്സ്ചറാവും. ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ല റിച്ച് കറിയാവും കേട്ടോ. ഞാൻ പിന്നെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്തത്. അങ്ങനെ വലിയുള്ളി ഒരു 4 എടുത്തിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബട്ടറിൽ തന്നെ ഞാൻ വഴറ്റിയും കൂടെ എടുക്കുന്നത്, അപ്പോഴല്ല ആ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം ഉണ്ടാവുക. 4 വലിയുള്ളിയും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആയ ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. രണ്ടും ഒരുമിച്ച് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്നായി കിട്ടും. ഇതുപോലെ ഇനി തക്കാളിയും കൂടി ചേർത്തി കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. വേഗം ആവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അടച്ച് വയ്ക്കുന്നത്. പിന്നെ
ബദാം ഇട്ട് കൊടുത്തു. കുതിർത്തിയ ബദാം ഒരു 10-15 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാഷ്യൂ ആണ് കേട്ടോ ആ ഒരു ടൈമിൽ വേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ഇങ്ങനെ രാവിലെ കട്ട് ചെയ്ത് വെച്ചു പറഞ്ഞില്ലേ, അത് മുറിച്ചപ്പോൾ ഭയങ്കര ബലം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മാനോട് ഇതൊന്നിനും പറ്റൂല എന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യണത്. പകുതി പിന്നെ എൻ്റെ കസിന് കൊടുത്തു വിട്ടു, അപ്പുറത്തെ വീട്ടിൽ. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്തായാലും അയാൾ കഷ്ടപ്പെട്ട് എടുത്തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ മുറിക്കാൻ കിട്ടണില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ മുറിച്ചെടുക്കണത്, കണ്ടില്ലേ, കിട്ടുന്നേ ഇല്ല. കത്തിയൊക്കെ മുറിച്ചുണ്ട്, പക്ഷേ ഇത് മൂത്ത് പോയത് കൊണ്ടാണോ കിട്ടാത്തത് എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് അങ്ങനെ ഇതാ ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തയക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയും ബദാമും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ചൂടാറാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലോട്ട് നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്പൈസസ് വേണ്ടല്ലോ ഈ ഒരു ചിക്കനിൽ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് ആ ഒരു മുളക് പൊടി ഇതൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരണം കേട്ടോ. ഏകദേശമൊക്കെ ചൂടാറിയോ ചോദിച്ചാൽ ആവി പറക്കുന്നുണ്ട്. ഇപ്പോഴും ചൂടാറിയിട്ട് അരച്ചാൽ മതി കേട്ടോ. ഇതാ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച അരപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്തി കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചുഴറ്റിയിട്ട് ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അത്ര ഗ്രേവി കിട്ടും. കുറച്ചും കൂടെ കട്ടിയായാൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇവിടെ പിള്ളേർക്ക് പൊറോട്ടയിൽ കഴിക്കണം പറഞ്ഞപ്പോൾ കുറച്ച് ഗ്രേവി എന്തായാലും വേണം കേട്ടോ. അതാ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. കസൂരി മേത്തിയും ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. കസൂരി മേത്തി ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒഴിച്ചു കൂടാൻ പറ്റൂല. പിന്നെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത്. മേടിച്ചതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുക. ഞാനിവിടെ നമ്മുടെ പാൽപ്പാട എടുത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ഫ്രഷ് ക്രീമൊന്നും വാങ്ങിച്ചൊന്നും വെക്കാറില്ല. ആവശ്യം വന്നാൽ പാൽപ്പാട എടുക്കും. അത് തന്നെയല്ലേ ഇത് എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ തിളച്ച ശേഷം ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ചേർക്കുമോ എന്നുള്ളത് എനിക്കത്ര അറിയില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. എന്ത് തോന്നി നിങ്ങൾക്കത് കണ്ടപ്പോൾ? ഈസി ആയിട്ട് തോന്നിയില്ലേ? പിന്നെ മുതിരിയും നമ്മുടെ എന്താ പറയുക ഉണ്ണിത്തണ്ടും കൂടെ ഞാനിവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളകൊക്കെ കീറി ഉപ്പ് ഇട്ടിട്ട്. നിങ്ങളുടെ അവിടെ ഉണ്ണിത്തണ്ടിന് എന്താ പേര് പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി ചെറിയൊരു മോരുകറി ഉണ്ടാക്കണം. ഉപ്പാക്കും ഉമ്മാക്കും മാത്രം മതി ചോറ്. കുട്ടികൾക്ക് പൊറോട്ട വേണം പറഞ്ഞിട്ട് ഒരേ ഇതായിരുന്നു. അപ്പോൾ ഞാൻ മോരുകറി തേങ്ങയൊന്നും അരക്കാത്ത ഉണ്ടാക്കിയത്. എണ്ണയിൽ കടുക് ഉലുവ ഇട്ട് പൊട്ടിച്ച ശേഷം വലിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്നായ ശേഷം ഏകദേശം 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ നമ്മൾ അടിച്ച് വെച്ച മോരും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചക്കുത്ത് മാറണം കേട്ടോ. എന്നിട്ട് മോരും ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് ഇളക്കുക. ഉപ്പും ചേർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മോര് കറി. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. തേങ്ങയൊന്നും വേണ്ട. നമ്മുടെ തൈര് അത്യാവശ്യം കട്ടി വേണം കേട്ടോ. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കുള്ള ചോറ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വേണ്ടേ? അയ്യാടാ, എന്നിട്ട് തടിച്ച് വീപ്പക്കുറ്റിയാവാനാ? അപ്പം തന്നെ എന്തൊരു തടിയാ തടിച്ചേക്കുന്നേ. അപ്പം ഞാൻ തടിച്ചു എന്ന് പറഞ്ഞിന് നിങ്ങൾക്കൊന്നും തോന്നണ്ട. ഞാൻ ഇടയ്ക്കൊക്കെ അവനങ്ങനെ കളിയാക്കാറുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കും കേട്ടോ. ബോഡി ഷെയ്മിങ് ഒന്നുമല്ല. പൊതുവേ അവൻ കുറച്ച് തടിച്ച് ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവനെ കാണുമ്പോൾ നമുക്ക് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിട്ടൊന്നും തോന്നൂലല്ലോ. ആ ഒരു ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ കമൻറ്റ് വരുമോയെന്ന് അറിയില്ല. അപ്പോൾ ചോറ് ഇവിടെ തിളപ്പിച്ചൂറ്റിയെടുത്തിട്ടുണ്ട്. അവൻ്റെ ഇഷ്ടപ്രകാരം ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പൊറോട്ട ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. ബട്ടർ ചിക്കൻ ഇതാ ഈ ഒരു തിക്കൊക്കെ മതി കേട്ടോ. ധാരാളം നല്ല അടിപൊളി ബോൺലെസ് പീസിൽ മാത്രം ഉണ്ടാക്കിയിട്ടും എടുക്കാം കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഞാനിവിടെ ബോൺലെസ് പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ വീട്ടുകാരനല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അവനക്കുള്ളത് ഇതാ ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കട്ടോരിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി കംഫർട്ടാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ബൗള് കട്ടോരി എന്നും പറയും കേട്ടോ. ഇവിടെ ഹിന്ദിയാണ് തോന്നുന്നു കട്ടോരി. അപ്പോൾ ഇതാ ഇങ്ങനെ എടുക്കണ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കഴിച്ചു എന്ന്. അവൻ തന്നെ കഴിച്ചത് കേട്ടോ. അത് അങ്ങനെ പിള്ളേരൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഉമ്മയും ഉപ്പയും ഇപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെയും ബട്ടർ ചിക്കൻ കഴിക്കണതാ.
അപ്പോൾ എന്തായാലും അവൻ്റെ റിവ്യൂ ഇല്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പുറത്തുനിന്ന് എല്ലാവരുടെയും റിവ്യൂ കിട്ടി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അധികം എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ചും വിളമ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് പോയി നോക്കുമ്പോൾ നല്ല മഴയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.